ബിഗ് ബോസ് സീസൺ 7 മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 17. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീട് ബിഗ് ബോസ് ഹോട്ടലായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാ സീസണിലെയും ഒരു ക്ലാസിക് ടാസ്ക്കാണ് ബിഗ് ബോസ് ഹോട്ടൽ. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ഓരോരോ ക്യാരക്ടേഴ്സ് അവർക്ക് ബിഗ് ബോസ് കൊടുക്കും. അപ്പോൾ നമ്മുടെ ലക്ഷ്മി വന്നിട്ട് ബിഗ് ബോസ് ഹോട്ടലിൻ്റെ GM ആണ്, അതേപോലെ അനുമോൾ മാനേജറാണ്. അതേപോലെ ഓരോ കണ്ടസ്റ്റൻസിനും ഓരോരോ റോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ അനുമോളെ പറ്റിയിട്ടും അതേപോലെ തന്നെ ലക്ഷ്മിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ബിഗ് ബോസ് ഹോട്ടലിലേക്ക് 2 അതിഥികൾ വരെയാണ്. ആരൊക്കെയാണ്? നമ്മുടെ മുൻ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ശോഭ വിശ്വനാഥും അതേപോലെ തന്നെ ഷിയാസ് കരീമും. വന്ന പാടെ തന്നെ നമ്മുടെ ലക്ഷ്മീനെ, അതായത് ബിഗ് ബോസ് ഹോട്ടലിൻ്റെ GM ആയിട്ടുള്ള ലക്ഷ്മീനെ കളിയാക്കലും ലക്ഷ്മീനെ മനഃപൂർവ്വം തേച്ചൊട്ടിക്കാൻ വേണ്ടി ശോഭ ശ്രമിക്കണ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ലക്ഷ്മിയുടെ കുറച്ച് അഹങ്കാരം മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ വീക്കിൽ ലക്ഷ്മി കാണിച്ചു കൂട്ടിയ കുറേയധികം കാര്യങ്ങൾക്കുള്ളൊരു മറുപടി ആയിട്ടായിരിക്കണം. ലക്ഷ്മീനെ ശരിക്കും അവഹേളിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വന്ന പാടെ തന്നെ ശോഭ വിശ്വനാഥ് ബിഗ് ബോസ് വീട്ടിലുള്ള മത്സരാർത്ഥികളുടെ ബെഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി സൈഡിൽ കൂടിയൊക്കെ വരുമ്പോഴേക്കും തുമ്മി കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട്, ഈ GM എന്താ നിങ്ങളുടെ കുളിക്കാറില്ലേ, ഒട്ടും വൃത്തിയില്ല, ഇവരടുത്ത് കൂടി പോകുമ്പോൾ എനിക്ക് തുമ്മൽ വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശോഭ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലക്ഷ്മിയുടെ അടുത്ത് ഒന്ന് പോയി കുളിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പോയി കുളിക്കണ പോലെ ജസ്റ്റ് ഒന്ന് ആക്ട് ചെയ്തിട്ട് വരും. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അപ്പോൾ പറയും, നിങ്ങളുടെ GM എന്താ വൃത്തിക്കൊന്നും കുളിക്കാറില്ലേ, കാക്കക്കുളിയാണോ കുളിക്കാറ്, സമയം എടുത്ത് കുളിക്കാൻ പറയണം എന്ന് പറഞ്ഞിട്ട് അനുമോളെ അത് ഏൽപ്പിക്കുന്നുണ്ട്. അതായത് അസിസ്റ്റൻറ്റ് മാനേജറായിട്ടുള്ള അനുമോളെ അത് ഏൽപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മാനേജറായിട്ടുള്ള അനുമോളെ അത് ഏൽപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനുമോൾ GMൻ്റെ അടുത്തൊന്ന് പറയുന്നുണ്ട്, GM ഒന്ന് പോയി കുളിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, കുറച്ച് എല്ലാവരും കൂടി ചേർന്ന് പറയുന്നുണ്ട്, GM എന്തായാലും നമ്മുടെ ഹോട്ടലിന് വേണ്ടിയിട്ടല്ലേ, നിങ്ങൾ എന്തായാലും ഒന്ന് പോയി കുളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് റെന ഫാത്തിമ, അതായത് അസിസ്റ്റൻറ്റ് മാനേജറായിട്ടുള്ള റെന ഫാത്തിമ അതേപോലെ അനുമോളൊക്കെ നമ്മുടെ GMൻ്റെ പുറകെ നടന്ന് പറഞ്ഞിട്ടാണ് പിന്നെ GM പോയി കുളിക്കാൻ പോകുന്നത്. അപ്പോൾ പോണ സമയത്ത് നമ്മുടെ ശോഭ വിശ്വനാഥ് പറയുന്നുണ്ട്, എന്തായാലും കൗണ്ട് ചെയ്യണം, വാഷ്റൂമിൻ്റെ പുറത്ത് നിന്നിട്ട് നിങ്ങൾ കൗണ്ട് ചെയ്യണം, കറക്റ്റ് കുളിക്കണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ടൈം എടുത്ത് കുളിക്കണം എന്നൊക്കെ ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് റെന ഫാത്തിമേനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മി വീണ്ടും കുളിക്കാൻ പോകുന്ന സമയത്ത് റെന ഫാത്തിമ അവിടെ നിന്ന് കൗണ്ട് ചെയ്യണ പോലെ കാണിക്കുന്നുണ്ട്. ലക്ഷ്മി അപ്പം തന്നെ പുറത്തേക്ക് വരും. എന്നിട്ട് പറയുന്നുണ്ട് റെന ഫാത്തിമയുടെ അടുത്ത്, കൗണ്ട് ചെയ്തു എന്ന് തന്നെ പറഞ്ഞാൽ മതി ചോദിക്കുകയാണെങ്കിൽ എന്നുള്ള രീതിയിൽ. ശരിക്കും ലക്ഷ്മിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും ആളുടെ ഫേസിൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഗസ്റ്റ് അല്ലേ, പിന്നെ ഇതൊരു ടാസ്ക് അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം. ലക്ഷ്മി ഭയങ്കര പൊതുവേ സൈലൻ്റ് ആയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസത്തെ എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ ലക്ഷ്മി കുറേ അധികമൊക്കെ എന്താ പറയുക മിണ്ടാതെ ആയിട്ടുണ്ട് കേട്ടോ. ലാലേട്ടൻ്റെ അടുത്താണ് ഫയർ കിട്ടിയ പിന്നെ. അത് കഴിഞ്ഞിട്ട് ഈ സംഭവം കഴിഞ്ഞ് ലക്ഷ്മി നേരെ ശോഭ വിശ്വനാഥിൻ്റെ അടുത്ത് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ കുളിച്ചു എന്ന് ചോദിച്ചപ്പോൾ കുളിച്ചു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ GM ആയിട്ടുള്ള ആളെ കൊണ്ട് തറ തുടപ്പിക്കുന്ന ഒരു സീനാണ് കാണുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് വാള് വെച്ചു എന്നൊക്കെയാണ് കേട്ടത് ലൈവിൽ. പക്ഷെ അത് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. പക്ഷെ എന്നാലും അവിടെ ക്ലീനേഴ്സൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ക്ലീനേഴ്സിനെ കൊണ്ടാണ് ശരിക്കും ക്ലീൻ ചെയ്യിപ്പിക്കേണ്ടത്. പക്ഷേ ലക്ഷ്മി അത് ക്ലീൻ ചെയ്യിപ്പിക്കാൻ നോക്കിയപ്പോഴാണെങ്കിൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്യണം എന്നുള്ള സ്റ്റാൻഡിലായിരുന്നു ശോഭ വിശ്വനാഥ്. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിനെ കൊണ്ട് തന്നെയാണ് ബക്കറ്റും തുണിയൊക്കെ എടുത്തുകൊണ്ട് വീണ്ടും അത് ക്ലീൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതേപോലെ ലക്ഷ്മിക്ക് കിട്ടുന്ന സ്ക്രീൻ സ്പേസ് മറ്റു പലരും കുറേയൊക്കെ യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് ശരിക്കും തോന്നി കേട്ടോ ഈ ഒരു ടാസ്ക് കണ്ടിട്ട്. എന്താണെങ്കിലും നമുക്കിനി വരും ദിവസങ്ങളിൽ കാണാം. 2 ദിവസത്തേക്കാണല്ലോ ഇപ്പോൾ ഗസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ.